ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോണത് 2024 ഇറങ്ങിയ 4 മെഗാ പിക്സൽ സ്മാർട്ട് ഹൈബ്രിഡ് ക്യാമറയാണ് ഹിക്വിഷന്റെ. അപ്പൊ ഈ ഒരു ക്യാമറ 3 ലൈൻ സീരീസിൽ വരുന്ന ക്യാമറയാണ്. 3 ലൈൻ സീരീസ് എന്താണെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് അൾട്രാ സീരീസ് ആണ്. പ്രൊജക്ട് സീരീസിൽ വരുന്ന ക്യാമറകളാണ് ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ പണ്ട് ഇതേപോലെ ഒരു കളർ ക്യാമറയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ഏറ്റവും പുതിയ കളർ ക്യാമറ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ കമന്റ് എഴുതി, ഈ കളർ ക്യാമറ എന്ന് പറയുന്നത് ഇപ്പോഴല്ല ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്, ഇതിന് മുമ്പും കളർ ക്യാമറകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈ സ്മാർട്ട് ഹൈബ്രിഡ് ക്യാമറ എന്ന് പറയുന്നത് ഇതല്ല ആദ്യത്തെ സ്മാർട്ട് ഹൈബ്രിഡ് ക്യാമറ, ഇതിന് മുമ്പും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു മോഡലിൽ ഇറങ്ങുന്ന ആദ്യത്തെ ക്യാമറയാണിത്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ എന്ന് ഞാൻ പറയുമ്പോൾ ഹിക്വിഷന്റെ വെബ്സൈറ്റിൽ പോലും ഇതിന്റെ ഡീറ്റെയിൽസ് ഇനി റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 മാസം കൂടെ എടുത്തേക്കാം. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ നമ്പറിൽ ഒരു ക്യാമറ ഹിക്വിഷന്റെ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കുകയില്ല. വരുന്ന ഓഗസ്റ്റ് മാസത്തോടെയൊക്കെ ആയിരിക്കാം അവർ വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത് എന്നാണ് എനിക്ക് ഹിക്വിഷനിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഈ ഒരു ക്യാമറ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ പഴയൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യാമറ മേടിക്കാൻ വേണ്ടി പോകുന്ന പല ആൾക്കാരും പറ്റിക്കപ്പെടുന്നത് മോഡൽ നമ്പർ നോക്കാതെ ക്യാമറ വാങ്ങിക്കുന്നതുകൊണ്ടാണ് എന്നുള്ള കാര്യം. അപ്പൊ ഈ ഒരു ക്യാമറയുടെ മോഡൽ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു ക്യാമറയുടെ ഫീച്ചർ പറയാൻ സാധിക്കും. ഇതേപോലെ ഓരോ ക്യാമറയ്ക്കും ഹിക്വിഷൻ എന്നല്ല എല്ലാ കമ്പനികളും പുറത്തിറക്കുന്ന ഓരോ ക്യാമറയ്ക്കും മോഡൽ നമ്പർ ഉണ്ട്. ആ ഒരു മോഡൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു രഹസ്യ കോഡാണ്. ആ ഒരു മോഡൽ നമ്പർ എങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ വളരെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പൂർണ്ണമായിട്ടും ഞാൻ പറയുന്നില്ല, കാരണം അതിനുള്ള സമയം നമുക്കില്ല. അത് ഞാൻ ചാനൽ മെമ്പർ വീഡിയോ ആയിട്ട്, ഇതിന് മുമ്പത്തെ ചാനൽ മെമ്പർ വീഡിയോ ആയിട്ട് നമ്മൾ പെയ്ഡ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് താല്പര്യമുള്ളവരെ പോയി കാണുക. പക്ഷെ ഒരു സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇൻസ്റ്റലേഷൻ ഒക്കെ ചെയ്യുന്ന ആളുകൾക്കായിരിക്കും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട ആവശ്യം വരുന്നത്. പക്ഷെ ഒരു സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു മോഡൽ നമ്പർ നോക്കിയിട്ട് എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യം ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ DS2CD 3041G2 LI-UF എന്നാണ് ഈ ഒരു ക്യാമറയുടെ മോഡൽ നമ്പർ വരുന്നത്. ഇതിൽ 3 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഈ ഒരു 3 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതൊരു 3 ലൈൻ സീരീസ് ക്യാമറയാണ്, അതായത് അൾട്രാ സീരീസ് ക്യാമറയാണെന്നാണ്. ഇവിടെ ഈ 4 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതൊരു 4 മെഗാ പിക്സൽ ക്യാമറയാണെന്നാണ്. ഇവിടെ ഈ G ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു ക്യാമറ ഗ്ലോബലി അവൈലബിൾ ആയിട്ടുള്ള ഹിക്വിഷന്റെ ഒരു പ്രോഡക്റ്റ് ആണെന്നാണ്. ഈ 2 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇത് 3ാമത്തെ സീരീസിൽ വരുന്നത്, അതായത് 3rd ജനറേഷൻ ക്യാമറയാണെന്നാണ്. അപ്പൊ 2 ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് 3rd ജനറേഷൻ കേട്ടോ. അപ്പൊ 0 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 1st ജനറേഷൻ ആണ് കേട്ടോ. ഇവിടെ L ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതൊരു കളർ ക്യാമറയാണെന്നാണ്. L കഴിഞ്ഞിട്ട് വരുന്ന I ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതൊരു ഇൻഫ്രാറെഡ് ക്യാമറയാണെന്നാണ്. അതായത് കളറും ഇൻഫ്രാറെഡും ഉള്ളത് കൊണ്ടാണ് ഇതൊരു സ്മാർട്ട് ഹൈബ്രിഡ് ക്യാമറ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ സ്മാർട്ട് ഹൈബ്രിഡ് ക്യാമറ? സ്മാർട്ട് ഹൈബ്രിഡ് ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിലൂടെ തന്നെ കളറായിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടും മാറ്റാൻ പറ്റുന്ന ടൈപ്പ് ക്യാമറകളാണ്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നത് യു ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഈ ഒരു ക്യാമറയിൽ ഓഡിയോ ഉണ്ട് എന്നുള്ള കാര്യമാണ്. F ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു ക്യാമറയിൽ മെമ്മറി കാർഡ് ഇടാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു മോഡൽ നമ്പർ നോക്കിയിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു ക്യാമറയെ പറ്റി പറയാൻ സാധിക്കും. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് ഒരു കൊട്ടേഷൻ റിസീവ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്ന ആളോട് മോഡൽ നമ്പർ കൊട്ടേഷനിൽ കാണിക്കാൻ പറയണം. മോഡൽ നമ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ക്യാമറയെ മറ്റൊരു ക്യാമറയുമായിട്ട് കമ്പാരിസൺ ചെയ്യാൻ സാധിക്കില്ല. ഈ ഒരു ക്യാമറ നിങ്ങൾ NX സീരീസിൽ വർക്ക് ചെയ്യുന്ന NVR-ലേക്കാണ് നിങ്ങൾ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറയിൽ നിന്ന് കറക്റ്റ് ആയിട്ട് ഹ്യൂമൻ ഡിറ്റക്ഷൻ നമുക്ക് കിട്ടും. ഈ ഒരു ക്യാമറ ലൈൻ ക്രോസിംഗും അതുപോലെ തന്നെ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഈ ഒരു ക്യാമറയുടെ ഡേ നൈറ്റ് വിഷൻ വീഡിയോസ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നതാണ് ക്യാമറയുടെ പകലുള്ള വീഡിയോ. ഇപ്പൊ സമയം 7:45 അതായത് 7:45 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ക്യാമറയിൽ ഇപ്പോൾ യാതൊരു സെറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും മാറ്റിയിട്ടില്ല. ക്യാമറ ഇപ്പൊ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന അതേ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. സാധാരണ കേസിൽ നമ്മളൊരു ക്യാമറ എവിടെയെങ്കിലും കോൺഫിഗറേഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചുറ്റുപാടിനനുസരിച്ച് നമ്മൾ ആ ഒരു ക്യാമറയുടെ സെറ്റിങ്സിൽ മാറ്റങ്ങൾ വരുത്തും. അപ്പൊ ക്യാമറ കുറെ കൂടെ ക്ലാരിറ്റിയിൽ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പൊ ഞാൻ ഈ ഒരു ക്യാമറയിൽ യാതൊരു സെറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും മാറ്റിയിട്ടില്ല. ക്യാമറ എങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നോ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് ഈ ഒരു ക്യാമറയുടെ നൈറ്റ് വിഷൻ വീഡിയോ ക്വാളിറ്റി. ഇത് ഞാൻ ഈ ഒരു ക്യാമറ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇട്ടപ്പോൾ ഉള്ള വീഡിയോ ക്വാളിറ്റിയാണ്. ഇത് രാത്രി ഇപ്പോൾ ഏതാണ്ട് ഒരു 8 മണിയോട് അടുത്തിട്ടുണ്ട്, 7:50 ആയിട്ടുണ്ട്. ഇനി ഞാൻ കളർ മോഡിലേക്ക് ഈ ഒരു ക്യാമറ മൊബൈലിലൂടെ സ്വിച്ച് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ്
ഈ ഒരു ക്യാമറയുടെ കളർ മോഡിലേക്ക് മാറ്റി കഴിയുമ്പോൾ ഉള്ള വിഷ്വൽസ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വീഡിയോ ക്വാളിറ്റിയാണ് ഈ ഒരു ക്യാമറ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ക്യാമറ കൂടാതെ ബോക്സിൻ്റെ ഉള്ളിലുള്ളത് ഇത്രയും സാധനങ്ങളാണ്. ഒരു വെതർ പ്രൂഫ് ഗ്ലാൻഡ്, ഡ്രില്ലിംഗ് ടെംപ്ലേറ്റ്, അതുപോലെ വാട്ടർ പ്രൂഫ് ടേപ്പ്, ഒരു സ്ക്രൂ സെറ്റ്. അപ്പോൾ അൺബോക്സിങ് വളരെ പെട്ടെന്ന് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത്. പോളി കാർബണേറ്റ് പ്ലാസ്റ്റിക്കിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു ക്യാമറയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ ഹണിവെൽ ഇമ്പാക്റ്റ് സീരീസിൽ വരുന്ന ഒരു ക്യാമറയെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ഒരു ക്യാമറയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം വരുന്നത്. പിന്നെ ഇത് PoE എനേബിൾഡ് ആയിട്ടുള്ള RJ45 പോർട്ടാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് 12 വോൾട്ട് പവർ സപ്ലൈ കൊടുക്കാം. നമ്മളിപ്പോൾ PoE എനേബിൾഡ് ആയിട്ടുള്ള സ്വിച്ചിലേക്കല്ല ഈ ഒരു ക്യാമറ കണക്ട് ചെയ്യണമെങ്കിൽ മാത്രം ഈ ഒരു കേബിൾ നിങ്ങൾ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ ഓഡിയോ ഞാൻ ആദ്യം പറഞ്ഞു മൈക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ മൈക്കാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇൻബിൽഡ് മൈക്ക് വരുന്നുണ്ട്. 4 മെഗാ പിക്സലാണ് ക്യാമറ വരുന്നത്. സ്മാർട്ട് ഹൈബ്രിഡ് ക്യാമറ ആയതുകൊണ്ട് ഇതിൽ ഇൻഫ്രാറെഡ് ലൈറ്റും അതുപോലെ തന്നെ നമുക്ക് കളർ ലൈറ്റും ഈ ഒരു ക്യാമറയിൽ നിന്ന് തന്നെ അവൈലബിൾ ആണ്. അതിനുള്ള ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ക്യാമറ മെമ്മറി കാർഡ് ഇടാൻ സാധിക്കുന്ന ക്യാമറ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഈ 2 സ്ക്രൂസ് അഴിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് നമ്മൾ മെമ്മറി കാർഡ് ഇടുന്നത്. ക്യാമറ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇവിടെ ഒരു സ്വിച്ച് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ക്യാമറ ടെക്നോളജി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജി തന്നെയാണ്. കാരണം ഈ ഒരു ക്യാമറയ്ക്കുള്ളിൽ ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ ഉണ്ട്. ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ എന്ന് വെച്ചാൽ നമ്മൾ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് ആർക്കും അറിയാൻ സാധിക്കുകയില്ല. നമുക്ക് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോസ് ആയിരിക്കും. അതേസമയം നമ്മൾ കളർ ക്യാമറയാണ് എടുക്കണമെങ്കിലോ രാത്രിയിൽ നമുക്ക് ഈ ക്യാമറയിൽ നിന്നൊരു പ്രകാശം ഇതേപോലെ തെളിഞ്ഞു കിടക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രകാശം നമ്മുടെ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് തെളിഞ്ഞു കിടന്നു കഴിഞ്ഞാൽ, ഇപ്പൊ വിദേശത്തൊക്കെയാണ് പല ആളുകളും ക്യാമറ വെക്കുന്നവരുള്ളത്. അപ്പൊ അവരുടെ വീട്ടിൽ ആരും ഇല്ലെന്നുള്ള കാര്യം ആ പരിസരത്തുള്ള എല്ലാവർക്കും അറിയാം. അപ്പൊ ഒരു കള്ളൻ ഇപ്പൊ അവരുടെ വീട്ടിലേക്ക് വരുവാണെങ്കിൽ ഈസിലി ഈ ക്യാമറ എവിടെയാണ് ഇരിക്കണതെന്ന് സ്പോട്ട് ചെയ്യാൻ ഒരാൾക്ക് സാധിച്ചെന്ന് വരും, അല്ലെ? ആ കള്ളന് സാധിച്ചെന്ന് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ പല ആളുകളും കളർ ക്യാമറ വേണ്ടാന്ന് പറയാറുണ്ട്. പക്ഷെ കളർ ക്യാമറയ്ക്ക് അതിൻ്റെതായ ക്വാളിറ്റീസ് ഉണ്ട്. അപ്പം സ്മാർട്ട് ഹൈബ്രിഡ് ക്യാമറ, ഇതേപോലുള്ള ഒരു സ്മാർട്ട് ഹൈബ്രിഡ് ക്യാമറയാണ് നിങ്ങൾ എടുക്കണമെങ്കിലോ നമുക്ക് ഈ ഒരു ക്യാമറയെ സ്മാർട്ട് മോഡിലേക്ക് സെറ്റപ്പ് ചെയ്യാം. സ്മാർട്ട് മോഡിലേക്ക് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും ഈ ഒരു ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഈ ഒരു ക്യാമറ കളറിലേക്ക് ഓട്ടോമാറ്റിക് സ്വിച്ച് ചെയ്യുന്നത്. അല്ലാത്ത സമയത്ത് ഈ ഒരു ക്യാമറ അവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡിൽ തന്നെ ഇരിക്കും. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു ക്യാമറ അവിടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയില്ല. അപ്പൊ അതാണ് ഈ ഒരു ക്യാമറയുടെ പ്രത്യേകതയായിട്ട് എടുത്തു പറയുന്നത്. ഈ ഒരു ക്യാമറയെ നമുക്ക് വേണമെങ്കിൽ ഫുൾ ടൈം മോഡിലേക്ക്, ഫുൾ ടൈം കളർ മോഡിലേക്കും നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാൻ സാധിക്കും, അതും മൊബൈലിലൂടെ തന്നെ. അങ്ങനെ നമ്മൾ കോൺഫിഗർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ക്യാമറ ഒരു കളർ ക്യാമറയാണ്. ഈ ഒരു ക്യാമറയുടെ, ഈ ഒരു പർട്ടിക്കുലർ ക്യാമറയുടെ കളർ ഡിസ്റ്റൻസ് വരുന്നത് 20 മീറ്റർ ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡിലേക്ക് ഈ ഒരു ക്യാമറ സ്വിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് 40 മീറ്റർ വരെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ ഒരു ക്യാമറയുടെ റെക്കഗ്നേഷൻ പവർ, ഡോറി ഡിസ്റ്റൻസ് വരുമ്പോൾ അതിനകത്ത് റെക്കഗ്നേഷൻ പവർ പറയുന്നത് 15 മീറ്റർ ആണ് കേട്ടോ. അതായത് ഒരു വ്യക്തിയെ തിരിച്ചറിയാനുള്ള ഈ ഒരു ക്യാമറയുടെ കേപ്പബിലിറ്റി 15 മീറ്ററിന്റെ ഉള്ളിൽ വരുമ്പോഴാണ്. കാരണം ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത് അത്ര സുപ്പീരിയർ ക്യാമറ, അൾട്രാ സീരീസിൽ വരുന്ന അത്ര സുപ്പീരിയർ മോഡൽ ക്യാമറയൊന്നും അല്ല. ഇതൊരു എക്കണോമിക് റേഞ്ചിൽ വരുന്ന, ആർക്കും വാങ്ങാവുന്ന റേഞ്ചിൽ വരുന്ന ഒരു ക്യാമറ തന്നെയാണ്. അപ്പൊ ഈ ഒരു ക്യാമറ ഇനി എവിടെയാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്? ഈ ഒരു ക്യാമറ നെക്സ സിസ്റ്റത്തെ പോലുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓൺലൈൻ ആയിട്ട് ഈ ഒരു ക്യാമറ അവൈലബിൾ ആയിരിക്കില്ല. നെക്സ സിസ്റ്റം എന്ന് പറയുന്നത് ഹിക്വിഷന്റെ ഓതറൈസ്ഡ് ഇൻസ്റ്റോളർ ആൻഡ് ഇന്റഗ്രേറ്റർ ആണ്. ഇതാണ് അതിന്റെ സർട്ടിഫിക്കറ്റ് ഹിക്വിഷൻ തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്യാമറ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് ഇറങ്ങുന്ന സമയത്ത് തന്നെ എല്ലാ ലേറ്റസ്റ്റ് പ്രോഡക്റ്റുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്തു തരാൻ സാധിക്കും. പക്ഷെ എല്ലായിടത്തും ഞങ്ങൾ ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നില്ല. അത് എവിടേക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ താഴെ കൊടുത്തേക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൊക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് അവിടെ അവൈലബിൾ ആണെന്നുള്ള കാര്യം അറിയാം. ഞങ്ങൾ IP ക്യാമറകൾ മാത്രമാണ് ഇൻസ്റ്റലേഷൻ ചെയ്തത്, അനലോഗ് ക്യാമറകൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നില്ല. കാരണം ഈ ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും നല്ല ടെക്നോളജി, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടെക്നോളജി എന്ന് പറഞ്ഞാൽ അത് IP ക്യാമറ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ IP ക്യാമറകൾ മാത്രമാണ് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിലൂടെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങളൊരു ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ടെക്നീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ്, കോൺഫിഗറേഷൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതെല്ലാം പ്രൈവറ്റ് വീഡിയോസ് ആണ്. ഒരു മാസത്തേക്ക് ആ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വരുന്ന ചിലവ് വെറും 159 രൂപ മാത്രമാണ് കേട്ടോ. അപ്പൊ അതിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടൺ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് ഓൺലൈനായിട്ട് കാണാൻ സാധിക്കും. യൂട്യൂബിലൂടെ തന്നെ കാണാൻ സാധിക്കും, അതും നിങ്ങളുടെ ഇഷ്ടമുള്ള സമയത്ത് കേട്ടോ. ഈ ഒരു ക്യാമറയുടെ പ്രൈസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ ഇതിന്റെ പ്രൈസ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കൊടുത്തിരിക്കുന്ന പ്രൈസ് എക്സാക്ട് പ്രൈസ് അല്ല, അതിനകത്ത് ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാകാം.
അപ്പൊ എന്തായാലും എക്സാക്ട് പ്രൈസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പ് അയച്ച് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസ്, ഇതേപോലെയുള്ള ടെക്നിക്കൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് വെക്കുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.